കുറേ കാലം ഇങ്ങനെ ബിസിനസ് ഓടിക്കുക. അപ്പോൾ അതിൽ കുറച്ച് കാലം ലാഭമുണ്ട്, പിന്നെ കുറേ നഷ്ടമുണ്ട്, പിന്നെ കുറേ ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെയെല്ലാം കൂടെ ഒരു പ്രതീക്ഷ അയാൾ വെച്ച ഒരു ലക്ഷ്യത്തിലൊന്നും ഇത് എത്താതെ കുറേ കാലം ഓടുമ്പോൾ ഉണ്ടാകുന്ന സംരംഭകൻ്റെ വല്ലാത്തൊരു ഒരു മരവിപ്പുണ്ട്. സ്റ്റേഗ്നേറ്റഡ് ആയി പോവുക. അപ്പോൾ അയാൾക്ക് അങ്ങോട്ട് പോകാനോ അത് നടത്താനോ അതിൽ പ്രതീക്ഷ വെക്കാനോ കഴിയാത്ത അവസ്ഥ വരുമ്പം പിന്നെ ഇയാൾ കണ്ടെത്തുന്ന സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇയാൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇയാൾ ബോധപൂർവം എന്നല്ല, കോൺഷ്യസ് മൈൻഡോടല്ല, സബ് കോൺഷ്യസ് മൈൻഡോട് അയാൾ ഉള്ളം മനസ്സ് പറയാണ്. അയാളിൽ തങ്ങി നിൽക്കുന്ന കുറേ അബദ്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതാരോ മാരണം ചെയ്തതാണ്, അല്ലെങ്കിൽ എനിക്കെതിരെ ഈ സംരംഭം തകർക്കാൻ വേണ്ടിയിട്ട് കൊടോത്രം ചെയ്തിട്ടുണ്ട് എൻ്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ സിഹിർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സംഭവം തന്നെയാണ്. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരോ അഭൗമികമായി ഇതിലിടപെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇയാളുടെ മാനസികാവസ്ഥയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം അയാളെ മനസ്സെന്ത് പറയുന്നോ അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളെ മനസ്സ് മടുത്തപ്പോൾ സംരംഭത്തിൻ്റെ ഗതി താഴോട്ട് പോയി. കുറേ കാലമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു അറിവുള്ള മനുഷ്യന് ഇയാളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ, ഈ അബദ്ധത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അയാളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്, പ്രാക്ടിക്കലി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ അത് വരും എന്ന് ഒന്ന് അയാളെ ഉണർത്തുകയും ഉള്ളുണർത്തണം. എന്നിട്ട് അയാളെ എനർജൈസ് ചെയ്യുകയും ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്താൽ രക്ഷപ്പെടാവുന്ന കേസുകളിൽ പലതിലും ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് വിളിക്കുമ്പോൾ അറിയാറുണ്ട്, പറയാറുണ്ട്, വളരെ രസകരമായി ഇത് കേൾക്കാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് തന്നെ ചിരി വരും. കാരണം അവർ വെച്ച അന്ധവിശ്വാസങ്ങളല്ല, ഇതിൽ പ്രാക്ടിക്കലി ചെയ്ത അബദ്ധങ്ങളാണ് ഇങ്ങനെ വന്നത് എന്ന്.